ഇങ്ങേരി പോയില്ലേ? കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ട് പോയപ്പോ തന്നെ ഇവിടെ തിരിച്ചു വന്നോ? അല്ല നിങ്ങളോടല്ല ഞാൻ. അല്ല ഇക്കെന്താ പെട്ടെന്ന് വന്ന്? എന്താ നീ എന്നെ പ്രതീക്ഷിച്ചില്ലേ? വാപ്പ എവിടെ? അത് പിന്നെ വാപ്പ ഇവിടെ ഉണ്ട്ക്കാ. കേറി വാക്കാ. ഞാൻ കേറാ, നീ വാപ്പാനെ വിളിക്ക്. അല്ലാ, അയ്യോ വാപ്പാക്ക് വരാനുണ്ട് നേരം. മോനെ, നീ എപ്പോഴാ വന്ന്? അല്ല, വാപ്പ എങ്ങടെ ഈ നേരത്തെ പോയിണ്ടായിരുന്നു? കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാ. വയ്യാത്ത വാപ്പ എന്തിനാ കടയിൽ പോയത്? നീ എന്തിനാണ് വാപ്പാനെ കട വിട്ടത്? അത് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ വാപ്പ പോവാന്ന് പറഞ്ഞിട്ടായിരുന്നു. നിനക്കെന്താ വല്ല പ്രശ്നമുണ്ടോ? നിനക്ക് ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ. നിനക്ക് പോയി വാങ്ങാറുന്നില്ലേ? ഈ വയ്യാത്ത വാപ്പാനാണ് പറഞ്ഞു വിട്ടത്. അത് പിന്നെ വാപ്പ അവിടെ വെറുതെ ഇരിക്കല്ലേ, അപ്പം ഞാനവിടെ പോയതാ. ഞാൻ പല കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത്. വാപ്പാടെ അസുഖങ്ങളൊക്കെ ഉണ്ട്? അതൊന്നുമില്ല മോനെ, ഇടയ്ക്ക് വാപ്പാക്ക് ശ്വാസം മുട്ടില്ലേ, അതന്നെ ഉള്ളൂ. അപ്പോൾ ഇവള് പറഞ്ഞു വാപ്പാക്ക് ബ്ലോക്ക് ഉണ്ടെന്ന്. നിനക്കെന്താ? അത് വാപ്പാക്ക് മുന്നേ ഉള്ള ശ്വാസം മുട്ടല്ലോ, വേറെ ഒന്നുമില്ല. അത് ശരി, അതിൻ്റെ മരുന്നിനല്ലേടി നീ എൻ്റെ അടുത്ത് മാസം മാസം പൈസ മേടിച്ചിട്ടുണ്ടാവുന്നത്? എടി, നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിന്ന് നിൽപ്പിന് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അയ്യോ അതല്ല, അങ്ങനെയല്ല കാര്യങ്ങള്. മതി നിന്റെ പൊറുതിയൊക്കെ മതി, വേഗം ഇറങ്ങാൻ നോക്കൂ ഇവിടുന്ന്. എന്തൊക്കെ എന്നെ പറഞ്ഞു വിടല്ലേക്ക. വാപ്പ ഒന്ന് പറയും വാപ്പ. ഞാൻ ഇനി വാപ്പാനെ നല്ലപോലെ നോക്കിക്കോളാം. പ്ലീസ് എന്നെ പറഞ്ഞു വിടല്ലേ. ഞാൻ അറിഞ്ഞ സമയം തൊട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കായിരുന്നു. ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത്. അത് പോട്ടറാ, അതൊക്കെ വീട്. മോനകത്തേക്ക് പോകാൻ നോക്ക്. വാപ്പ മിണ്ടാണ്ടിരിക്കും. വാപ്പ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ എന്താ കളിച്ചെടുത്തിട്ട് ഇറങ്ങിക്കോ, വേഗം ഇറങ്ങിക്കോ. എന്തൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വാപ്പാനെ നല്ലപോലെ നോക്കിക്കോളക്ക. പ്ലീസ് എന്നെ പറഞ്ഞു വിടല്ലേക്ക. ഞാൻ നിന്നോട് പറഞ്ഞു ഒരു പ്രാവശ്യം, ഇനി കണ്ടുപോലും നിന്നെ ഇവിടെ. വേഗം ഇറങ്ങിക്കോ ഇവിടുന്ന്. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. വാപ്പ ഒന്ന് പറയും വാപ്പ, എന്നെ പറഞ്ഞു വിടല്ലേന്ന്. ഞാൻ ഈ വാപ്പാനെ പൊന്നു പോലെ നോക്കിക്കോളാം. ഒന്ന് പറയും വാപ്പ പ്ലീസ്. മോനെ പോട്ടറാ, വാപ്പ ഇതിലിടെ ഇവിടെ നിൽക്കണ്ട. നീ ഇവിടെ വേഗം പോകാൻ നോക്ക്. വേറെ എന്ത് പറഞ്ഞാലും വാപ്പ ഞാൻ അനുസരിക്കും. ഇത് മാത്രം ഞാൻ അനുസരിക്കില്ല വാപ്പ. അവനതൊക്കെ പറയും. മോള് കരയേണ്ട മോളെ കത്ത് പോയിക്കേ. ഒന്ന് പോവാൻ നോക്ക്. മോനെ, നീ അകത്ത് കയറിപ്പോ. ആ വേഷമൊക്കെ ഒന്ന് മാറ്റി, കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആവുക. ഇതിനെപ്പോലുള്ളവരൊക്കെ നിലക്ക് നിർത്തിയില്ലെങ്കിലേ ബന്ധങ്ങളുടെ വില എന്താണെന്നറിയാത്ത കുറേ മനുഷ്യന്മാർ. പാപ്പ ഇവിടെ ഇരിക്കണ്ടായിരുന്നു. എന്നാ പാപ്പ, ഇതെന്തിനാടാ മോനെ എനിക്ക്? ദാ ഈ ഫോൺ വാപ്പ വെച്ചോ. ഈ ഫോണ് എനിക്ക് വാപ്പാനെ വിളിക്കാനുള്ളതാണ്. നമ്മൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ വേറൊരാൾ ആവശ്യമില്ല. മോനെ, എനിക്ക് എന്തിനാടാ ഈ ഫോണ്? എനിക്കിത് ഉപയോഗിക്കാനൊന്നും അറിയില്ലടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാപ്പ എന്നെ വിളിക്കണം. അത് എൻ്റെ ഫോൺ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോണായിട്ട് മുന്നേ വാപ്പാക്ക് അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വാപ്പാക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ കടയിൽ പോയി കഴിച്ചോളണം. അവളൊന്നും ഉണ്ടാക്കി തന്നില്ല വെച്ചിട്ട് കഴിക്കാതിരിക്കരുത്. ആരുടെ കാല് പിടിക്കാനും നിൽക്കണ്ട, പട്ടിണി എടുക്കാനും നിൽക്കണ്ട. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം വാപ്പാനെ ഞാൻ നോക്കും. പിന്നെ വാപ്പ, ഞാൻ നാളെ രാവിലെ പോവും.
അതെന്താ മോനെ എത്ര പെട്ടെന്ന് പോണ്? ഞാൻ എമർജൻസി ലീവ് എടുത്ത് വന്നതാ, നാളെ പോയേ പറ്റൂ. എന്നാ പാപ്പ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ മോനെ. ആ അത് കൊറേ പൈസ ഉണ്ടല്ലോ, അതിങ്ങോട്ട് തന്നങ്ങട്. കൊറേ ഉണ്ടല്ലോ. ഇതെങ്ങാനും നിങ്ങളുടെ മകൻ്റെ അടുത്ത് പറഞ്ഞ ഇത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി, നീ പറയാൻ നിൽക്കണ്ട. ഒരു പൈസ. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ നിനക്കൊരു മാറ്റമില്ല അല്ലേ? അയ്യോ എടി നിനക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടായിരുന്നോ? ഇന്നലെ വാപ്പ പറഞ്ഞിട്ടാണ് ഇന്ന് നീ ഇവിടെ നിൽക്കുന്നത്. നീ പോറ്റു വളർത്തിയ നിന്റെ മക്കള് അവരുടെ വീട്ടിൽ നിന്നെ ഒരു വേലക്കാരിയാക്കിയ നിനക്ക് വിഷമാവില്ലേ? പറയേ. ഉമ്മയും വാപ്പയും നമ്മളെ വളർത്തി ഇതുവരെയൊക്കെ ആക്കി. ഇപ്പൊ അവർക്ക് വയസ്സായി, ഇനി നമ്മളാണ് അവരെ നോക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിനക്ക് പറ്റുമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇനി ഞാനത് ആവർത്തിക്കില്ലക്ക. വീട്ടിലൊരാളിടിച്ചിട്ട് അവരെ യന്ത്രം പോലെ പണിയിപ്പിക്കല്ല വേണ്ടത്. ഒരു അധികപ്പറ്റായി കാണരുത് അവരെ. അവർക്ക് വയസ്സായി, അവർ വിശ്രമിക്കേണ്ട ടൈമല്ലേ. എന്നോട് ക്ഷമിക്കുക. വാപ്പ നിന്നെ കാണുന്നത് സ്വന്തം മോളെ പോലെയാണ്, അതേപോലെ നീ സ്വന്തം വാപ്പാനെ പോലെ ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ. അതെ, ഇക്ക പറഞ്ഞത് ശരിയാണ്. എൻ്റെ വാപ്പാനോടാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യോ? ഇല്ല. ഇക്ക പറഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. അപ്പൊ എനിക്ക് ഇനി ഇവിടെ വാപ്പാനെ നിർത്തിയിട്ട് സമാധാനത്തിൽ പോവാലേ? ആ ഇക്ക ധൈര്യമായിട്ട് ഇവിടെ നിർത്തിയിട്ട് പോയിക്കോ. ഞാൻ നോക്കിക്കോളാം വാപ്പാനെ, എൻ്റെ സ്വന്തം വാപ്പാനെ പോലെ ഞാൻ നോക്കിക്കോളാം. ഇനി ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ പറഞ്ഞ പോലെ ഒന്നല്ല. ഇന്നലെ ഞാൻ അപ്പോഴത്തെ ഇതിൽ എന്തോ അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പം എനിക്ക് എൻ്റെ തെറ്റെല്ലാം മനസ്സിലായി. ഞാൻ കൊടുക്കുന്നതേ എനിക്ക് നാളെ തിരിച്ചു കിട്ടുള്ളൂ. എൻ്റെ മക്കളും ഇതെല്ലാം കണ്ടിട്ടല്ലേ വളർന്നു വരുന്നത്. വാപ്പ എന്നോട് ക്ഷമിക്കണം വാപ്പ. വാപ്പ എന്നോട് ക്ഷമിക്കും വാപ്പ, എനിക്കൊരു തെറ്റ് പറ്റി. ഞാനിങ്ങനെ ചെയ്യില്ല. എൻ്റെ സ്വന്തം വാപ്പാനെ പോലെ ഞാൻ കണ്ടോളാം. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു വാപ്പാനോട്. എന്നോട് പൊറുക്കു വാപ്പ. എന്നോട് ക്ഷമിച്ചു എന്ന് പറയൂ വാപ്പ, പറയ്. കുഴപ്പമില്ല മോളെ, അപ്പൊ ക്ഷമിച്ചു. എൻ്റെ കുട്ടി പോയിക്കോ. ഞാൻ ചെയ്യില്ല വാപ്പ. വാപ്പ പറയാം, കുഴപ്പമില്ല.